ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, നമ്മൾക്ക് ഇതുവരെ പരിചിതമല്ലാത്ത രണ്ടു പ്രധാനപ്പെട്ട ദുരന്തമുഖങ്ങളാണ്. ഒന്ന് നേരത്തെ ജോയിയുടെ കാര്യത്തിൽ ആമയിഴഞ്ചൻ തൊട്ടിൽ കണ്ടത്, ഇപ്പോൾ ഈ അർജുൻ പെട്ടിരിക്കുന്നത് പോലെയുള്ളൊരവസ്ഥ. ഈ വിശദീകരണം കേട്ടതിനു ശേഷം എന്താണ് ഡോക്ടർ ശേഖർ കുര്യാക്കോസിന് തോന്നുന്നത്? ഞാൻ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നമ്മളുടെ വാഹനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഉള്ള നമ്മളുടെ സുഹൃത്ത് ആ വാഹനത്തിന്റെ സുരക്ഷയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും, സുരക്ഷിതമായി എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അത് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹം. അതിനപ്പുറത്തേക്ക് പോസിറ്റീവ് സ്പെക്കുലേഷൻ മാത്രമേ നോക്കുന്നുള്ളൂ ഡോക്ടർ ശേഖർ കുര്യാക്കോസ്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും മാത്രമല്ല, നമ്മളിത് രാവിലെ മുതൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ ഒരു പ്രതീക്ഷ നൽകിയ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ വാഹനം ഈ ഗംഗാവാലി പുഴയിലേക്ക് പോയിട്ടില്ല. അത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. നേവിയുടെ സ്കൂബ സംഘം അത് ഉറപ്പിച്ചതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 40 ടൺ കയറ്റി വന്ന ലോറി, അതല്ലെങ്കിൽ അത്ര വലിയ ഭാരമുള്ളൊരു പാറ വന്ന് ഇടിച്ചിട്ടാൽ മാത്രമേ ഇത് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ സാധ്യതയില്ല, സീറോ പോസിബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിനടിയിൽ ഈ വാഹനമുണ്ട്. അവിടെയും ഒരു പ്രതീക്ഷ നൽകുന്നത് ഇന്നലെ രാത്രി 8:30 വാഹനം സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് എന്ന് ഭാരത് ബെൻസിൻ്റെ ഉടമകൾ പറയുന്നു. കാര്യം അവിടെ GPS ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ജീവനോടെ ഈ അർജുൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ വേണം. അതില്ല എന്നാണ് ഈ വാഹനത്തിൻ്റെ ഉടമകൾ പറയുന്നത്. അതൊരു സാധ്യതയല്ലേ ശേഖർ കുര്യാക്കോസ്? അതെ, ഇപ്പോഴത്തെ അവസരത്തിൽ നമ്മൾക്ക് ഈ ബെൻസ് കമ്പനി ഒക്കെ പറയുന്ന കാര്യങ്ങളെ മുഖവിലേക്ക് എടുക്കുക. ഞാൻ കൂടുതലും ഇപ്പോൾ കാത്തിരിക്കുന്ന അടുത്ത ഈ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം ഇതേ രീതിയിൽ പോയാൽ അടുത്ത ഒരു 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ഇതിൽ കൃത്യതയുള്ള മറുപടി ലഭിക്കും അവിടുന്ന്. അതായത് ഇപ്പോൾ നിലവിലുള്ള അതേ വേഗതയിൽ പോയാൽ 8 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഉത്തരം കിട്ടും. അല്ല, 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ ഉത്തരം കിട്ടും. 8 മണിക്കൂർ വേണ്ടി വരില്ല, അതിന് മുന്നേ തന്നെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷ. അതായത് ഇപ്പോൾ ഇവർ ആദ്യം ചെയ്യുന്നത് ഈ റോഡിന്റെ മണ്ണ്, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂവിനിയോഗ വകുപ്പിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും അത് അവർ ചെയ്യുന്നുണ്ടാവുക. അത് നീക്കിയതിന് ശേഷം, അത് നീക്കുമ്പോൾ തന്നെ ഏകദേശം ചിത്രം തെളിയും അല്ലേ? തെളിയും, അതെ. കാരണം അത് നീക്കി ഏകദേശം അതിന്റെ നടുഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു അവര്. അപ്പോ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മലയുടെ ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും. ആ സ്പേസ് കിട്ടുന്ന സമയത്തിനുള്ളിൽ അവർക്ക് GPR പോലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഇതിനൊരു മറുപടി കിട്ടും. ഈ GPR എത്തിയില്ലെങ്കിലും നാളെ പകലിനുള്ളിൽ നമ്മൾ അറിയും. ഈ രാത്രി പുലരും മുമ്പ് ഒരു പക്ഷേ അറിയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആ പ്രതീക്ഷയോട് ഇത് നിർത്തിയില്ലെങ്കിൽ അവിടുത്തെ മഴ ഇന്ന് രാത്രി നല്ല മഴയായിരിക്കും വടക്കോട്ടൊക്കെ. അപ്പോ ആ മഴ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ശേഖർ കുര്യാക്കോസ്. കാര്യം ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ മല ഇടിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇത്രയും ഭാഗത്തും വലിയ മലയുണ്ടെന്ന് മാത്രമല്ല, ഏകദേശം സമാനമായ മണ്ണിന്റെ സ്വഭാവമാണുള്ളത് ഏകദേശം ഈ ഭാഗം മുഴുവൻ. അപ്പോൾ ഇനിയൊരു മഴ പെയ്താൽ ഇതിന് തൊട്ടടുത്തുള്ള ഭാഗം കൂടി ഇടിയാനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺ, അതിന്റെ ഈ മലയുടെ ഭാഗത്തിന്റെ പ്രത്യേകത അങ്ങ് ഗൂഗിൾ നോക്കുന്നുണ്ടല്ലോ, അതിന്റെ പഴയ സാറ്റലൈറ്റ് ഇമേജുകൾ ഒന്ന് പരിശോധിക്കൂ. അവിടെ വളരെ ഫ്രഷായി കിഴക്കാൻ തൂക്കായി മുറിച്ചെടുത്ത ഒരു മലയുടെ ഭാഗമാണത്. അതുകൊണ്ടാണ് അവിടെ ഇടിഞ്ഞത്. എന്നാൽ നമ്മുടെ പുഴയുടെ അതിരിനോട് ചേർന്നുള്ള റോഡ് നേരെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ റോഡ് വളഞ്ഞ് ഷിറൂറിന് വളഞ്ഞ്, അതായത് ഗോവയുടെ ഡയറക്ഷനിൽ വളഞ്ഞ് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഈ പുഴയിൽ നിന്ന് മാറിയാണ് പിന്നീട് പോകുന്നത്. ആ ഭാഗങ്ങളിലൊന്നും അങ്ങനത്തെ കട്ടുകൾ നിങ്ങൾ കാണില്ല. ഈ സ്ഥലത്ത് കട്ട് ചെയ്താണ് ഒരു ബെഞ്ച് ഉണ്ടാക്കി, ആ ബെഞ്ചിലൂടെയാണ് ഈ റോഡ് കൊണ്ടുപോയിരിക്കുന്നത്, ഈ പുഴയ്ക്ക് പാരലായിട്ട്. എക്സാക്ട്ലി, നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇടിഞ്ഞു പോയിട്ടുള്ളത്. ഹൈവേയുടെ 2 സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം ഈ റോഡിന്റെ സെൻട്രൽ മീഡിയനോട് ചേർന്നിട്ടൊരു കട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതെ, അവിടെ നിന്നാണ് അവിടെ വെച്ച് കട്ട് ചെയ്ത് ബെഞ്ച് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അതിന് മുകളിലോട്ട് ആ വളഞ്ഞു പോകുന്ന ഭാഗത്തൊക്കെ നല്ല പാറയാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. ഇവിടെ മാത്രം ലാറ്ററൈറ്റ് ആണ്, ചുവന്ന മണ്ണാണ്. അത് ഇടിഞ്ഞു പോകുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ലൂസ് റോക്കുകളുണ്ട്, വലിയ പാറയുടെ കഷ്ണങ്ങൾ അതിന് മുകളിൽ അവിടെ ഇവിടെയും ഒക്കെ ഇരിപ്പുണ്ട്.
അതെല്ലാം കൂടിയാണ് പോകുന്നത്. ഈ ശക്തമായ മഴ തുടർന്നാൽ ഈ വീണു കിടക്കുന്ന ചെളി, മണ്ണ് എല്ലാം കൂടി പോരുന്ന ഒരു സാഹചര്യവും ഇതിനോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ അതിനോട് ചേർന്നുള്ള ഈ ചുവന്ന മണ്ണുള്ള ഭാഗങ്ങൾ വീണ്ടും അടർന്നിരിക്കാനും സാധ്യതയുണ്ട്. അതല്ലാതെ മുകളിലോട്ടുള്ള ഭാഗത്തേക്കൊന്നും ഉണ്ടാകില്ല. കാരണം എന്നുവെച്ചാൽ റോഡിന്റെ ഉയരമുള്ള ഭാഗങ്ങളിലേക്ക്, കാരണം അവിടെ കുറച്ചും കൂടി കട്ടി പാറ ചെത്തിയാണ് അവർ ആ റോഡ് വെട്ടിയിരിക്കുന്നത്.